വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ പോകേണ്ടതുണ്ട്. SFIക്കാരെ വധിക്കാൻ ശ്രമിച്ച KSU നേതാക്കൾ പിടിയിലായിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വളരെ പ്രധാനപ്പെട്ട വാർത്തയായി വരുന്നത്. നേരത്തെ വധശ്രമത്തിനടക്കം ഇവർക്കെതിരെ കേസെടുത്ത സാഹചര്യമുണ്ടായിരുന്നു. KSU തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഉൾപ്പെടെ 3 പേരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഗോകുലിനൊപ്പം പിടിയിലായത് സുദേവ്, സച്ചിൻ എന്നിവരാണ്. ആലുവയിൽ നിന്നാണ് മാള പോലീസ് ഇവരെ പൊക്കിയിരിക്കുന്നത്. വിവരങ്ങളുമായി ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, ഇതാ ഈ KSU തൃശൂർ ജില്ലാ പ്രസിഡന്റ് അടക്കം പിടിയിലായിരിക്കുന്നു. ഗോകുൽ, ഗുരുവായൂർ, ഗോകുലിനൊപ്പം സുദേവ്, സച്ചിൻ എന്ന് പറയുന്ന KSU പ്രവർത്തകർ, നേതാക്കളടക്കം പിടിയിലായിരിക്കുകയാണ്. മനു, അതെ, ഏറ്റവും പ്രധാനപ്പെട്ട പോലീസിൻ്റെ ഒരു കസ്റ്റഡി ആണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ SFI പ്രവർത്തകരെ വധിക്കാൻ ശ്രമിച്ച കേസിലാണ് KSUവിൻ്റെ സംസ്ഥാന ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇതിന് നേതൃത്വം കൊടുത്ത ഒന്നാം പ്രതി എന്ന് പറയുന്നത് പോലീസ് FIRലെ ഒന്നാം പ്രതി KSUവിൻ്റെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരാണ്. ഗോകുൽ പിടിയിലായി. ഇയാൾക്കൊപ്പം പിടിയിലായ മറ്റു 2 പേർ സച്ചിൻ, സുദേവ്, ഇവരുടെ ഭാരവാഹിത്വം കൂടി നമ്മൾ പറയണം. അത് KSUവിൻ്റെ സംസ്ഥാന ട്രഷററാണ് സച്ചിൻ. ഒപ്പം പിടിയിലായ സുദേവ് KSUവിൻ്റെ സംസ്ഥാന നിർവാഹക സമിതി അംഗം. ഇങ്ങനെ 3 പേരെയാണ് ഇപ്പോൾ മാള പോലീസ് പിടികൂടിയിരിക്കുന്നത്. ആലുവയിൽ നിന്നാണ് ഈ 3 പേരെയും കസ്റ്റഡിയിലെടുത്തത് എന്നുള്ളതാണ് പോലീസ് തന്നെയാണ് പോലീസ്. സ്വാഭാവികമായും ഒളിത്താവളമായിരിക്കും. അത് കൃത്യം സ്ഥലം പോലീസ് പറയുന്നില്ല. കാരണം 3 പേരാണ് ഇപ്പോൾ. അങ്ങനെ ചോദിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായി നമുക്കറിയാമല്ലോ, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇവരുടെ നേതൃത്വത്തിൻ്റെ ഒക്കെ സഹായം കിട്ടിക്കാണുമോ എന്ന സംശയങ്ങളൊക്കെ ഉയർന്നു വരാം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, അങ്ങനെ ബന്ധമുള്ള ആരുടെയെങ്കിലും ഇടത്താണോ എന്ന് ചോദിച്ചത്. അതിന് സാധ്യതയുണ്ട് മനു. കാരണം ഇന്നലെ തന്നെ പോലീസ് പറയുന്നതും അതുതന്നെയാണ്. ഇവരുടെ വീടുകളിൽ പരിശോധിക്കുക എന്നതിന് പുറമെ ഇവരെ ഒളിപ്പിക്കാൻ സാധ്യതയുള്ള നേതാക്കളുടെ വീടുകളിലും പരിശോധന ഉണ്ടാകും എന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും അങ്ങനെ നടന്ന പരിശോധനയിൽ തന്നെ ആയിരിക്കും ഇവർ പിടിയിലായിട്ടുള്ളത്. എന്നാൽ എവിടെ നിന്നാണ് ഇവരുടെ ഒളിത്താവളം എവിടെയായിരുന്നു എന്നുള്ള കൃത്യസ്ഥലം പോലീസ് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരു പക്ഷേ പിന്നീട് പറയുമായിരിക്കും. മറ്റ് കൂടുതൽ പേരെ പിടികൂടുന്നതിന് അത് തടസ്സമാകുമോ എന്ന് കരുതിയായിരിക്കാം ഈ ഘട്ടത്തിൽ അത് പറയാത്തത്, വെളിപ്പെടുത്താത്തത്. 14 തൃശ്ശൂരിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ ആലുവ റെയിൽവേ സ്റ്റേഷനെത്തി വേറെ ഏതെങ്കിലും സ്ഥലത്തോട്ട് മുങ്ങാനുള്ള സാധ്യതയും ഒക്കെ അവർക്ക് നോക്കാവുന്നതായിരുന്നു, അല്ലേ? അതിൻ്റെയൊക്കെയുള്ള ശ്രമമായിരിക്കാം ഒരുപക്ഷെ. പോലീസ് വ്യക്തമാക്കിയാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ. ആലുവ എന്ന് പറയുമ്പോൾ എങ്ങോട്ട് വേണമെങ്കിലും പോകാം. റെയിൽവേ സ്റ്റേഷനിൽ ഇത് പോകാം, മൂന്നാർ ഭാഗത്തേക്കൊക്കെ പോകാം, എളുപ്പമാണ്. അതെ, അതിന് സാധ്യതയുണ്ട്. കാരണം പോലീസ് ഇന്നലെ തന്നെ ഇവരുടെ വീടുകൾ പരിശോധിച്ചതിന് പുറമെ ഇവർ ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള തൃശ്ശൂരിലെ മുഴുവൻ വീടുകളും, അതായത് ഇവരെ ഒളിപ്പിക്കാൻ സാധ്യതയുള്ള മുഴുവൻ വീടുകളിലും പരിശോധന നടത്തിയിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഇന്നലെ രാത്രി, ഇന്ന് പുലർച്ചെയുമൊക്കെ ആ പരിശോധനയാണ് നടന്നത്. അപ്പോൾ അവിടെ നിന്ന് അവർ മുങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ പിടിയിലായ സ്ഥലം ആലുവ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് വ്യക്തമായി. തൃശ്ശൂർ ജില്ല അവർ വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് വരികയാണ്. മനു സൂചിപ്പിച്ചതുപോലെ ഇവിടെ നിന്ന് ഇനി എങ്ങോട്ടെങ്കിലും മുങ്ങാൻ ഉദ്ദേശിച്ചിരുന്നു എന്നുള്ള കാര്യമൊന്നും അറിയില്ല. അതേതായാലും പോലീസിന് അതേക്കുറിച്ചൊക്കെ ഒരു രൂപം ഇപ്പോൾ ലഭിച്ചിട്ടുണ്ടാകും. അതേക്കുറിച്ച് കൂടുതൽ പറയും എന്നാണ് കരുതുന്നത്. ഈ അന്വേഷണത്തെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ അവർ വെളിപ്പെടുത്തുന്നില്ല എന്നേ ഉള്ളൂ. ഇനിയും 11 പേർ പിടിയിലാകാനുണ്ട്. പോലീസിൻ്റെ FIRകൾ പ്രകാരം ഇനി 11 പേർ പിടിയിലാകാനുണ്ട്. 2 FIRകളാണ് രജിസ്റ്റർ ചെയ്തത്. ഈ 2 കേസുകളിലും 6 പേർ ഒരേ ആളുകൾ തന്നെയാണ്. മറ്റ് ബാക്കിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഈ ജില്ലാ പ്രസിഡന്റ് ആണല്ലോ ഇതിൽ. ഈ 11 പേർ പിടിയിലാകാനുണ്ടെങ്കിൽ പോലും ഉമേഷ്, ഈ ഗോകുൽ ഗുരുവായൂർ എന്ന് പറയുന്ന KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ആണല്ലോ ഏറ്റവും ക്രൂരമായി ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞത്. തല്ലിച്ചതയ്ക്കുകയായിരുന്നല്ലോ. അപ്പോൾ ഈ പ്രധാനപ്പെട്ട ആളുകളെ പിടിച്ചുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരിലേക്ക് വളരെ വേഗത്തിൽ പോലീസ് എത്താൻ കഴിയും. അങ്ങനെ തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത്. പ്രധാനപ്പെട്ട 3 പേർ തന്നെയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. അത് ഈ 2 FIRകളിലും പ്രതിയായ ഗോകുൽ ഗുരുവായൂർ, ഒപ്പം ഈ KSUവിൻ്റെ തന്നെ സംസ്ഥാന നേതാക്കൾ, സംസ്ഥാന ട്രഷററും സംസ്ഥാന നിർവാഹക സമിതി അംഗമായ മറ്റ് 2 പേർ. അങ്ങനെ 3 പ്രധാനപ്പെട്ടവരെ തന്നെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള 11 പേരിലേക്ക് എത്താൻ എളുപ്പമായിരിക്കും എന്നാണ് പോലീസ് കരുതുന്നത്. ഒരുപക്ഷേ ഈ ഘട്ടത്തിൽ തന്നെ പലരും പിടിയിലായിട്ടുണ്ടാകാനും സാധ്യതയുണ്ട്. പലരും കസ്റ്റഡിയിലൊക്കെ ആയിരിക്കും. അത് പോലീസ് പുറത്തു പറയുന്നില്ല എന്നേ ഉണ്ടാവുകയുള്ളൂ. ഏതായാലും ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇവരെ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗുരുതരമായ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ, വധശ്രമവും സംഘം ചേർന്ന് ആക്രമിക്കലും
മാരകായുധം ഉപയോഗിച്ച് മുറിവേൽപ്പിക്കൽ, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഗുരുതരമായ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം തന്നെയാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ആ 3 പേരെയും പിടികൂടി ഇപ്പോൾ മാള പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അവിടെ എത്തിച്ച ശേഷം 3 പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തും, വൈദ്യപരിശോധനയുണ്ടാവും, കോടതിയിൽ ഹാജരാക്കും, റിമാൻഡ് ചെയ്യണമെന്ന് പോലീസ് ആവശ്യപ്പെടുകയും ചെയ്യും. പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുക. എന്താണോ ഇത്തരം കുറ്റകൃത്യങ്ങൾക്കുള്ള സാധാരണ നടപടിക്രമങ്ങൾ, അതിനെല്ലാം ഇവർക്ക് വിധേയരാകേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന വിവരം. ഈ 3 പേർ പിടിയിലായി. അത് ഏറ്റവും ചെറിയവരല്ല. ഈ KSUവിൻ്റെ സംസ്ഥാന ജില്ലാ നേതാക്കൾ തന്നെയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് എന്ന് പോലീസിൽ നിന്ന് തന്നെ വിവരം ലഭിച്ചിട്ടുണ്ട്. ഒപ്പം ബാക്കിയുള്ള 11 പേരെ കൂടി ഉടൻ വലയിലാക്കും എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇവരെയും കൊണ്ട് ഉടനെ തന്നെ തൃശ്ശൂർക്ക് പോകില്ലേ? തീർച്ചയായും ഇവരെയും കൊണ്ട് മാള പോലീസ് സ്റ്റേഷനിലേക്കാണ് പോലീസ് പോവുക എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അധികം വൈകാതെ തന്നെ മാള പോലീസ് സ്റ്റേഷനിൽ ഇവരെ എത്തിക്കും. അവിടെ എത്തിച്ച ശേഷമായിരിക്കും ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുക. പിന്നീട് കോടതിയിൽ ഹാജരാക്കുന്ന നടപടികളൊക്കെ അവിടം കേന്ദ്രീകരിച്ചായിരിക്കും. മാള പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷമായിരിക്കും മറ്റ് തുടർ നടപടികളിലേക്കൊക്കെ പോലീസ് കടക്കുക. മനു ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഇവർ എവിടെയായിരുന്നു ഒളിച്ചത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആരെങ്കിലും ഇവർക്ക് സംരക്ഷണം ഒരുക്കിയിട്ടുണ്ടോ? അങ്ങനെ ഇവരെ സ്വാഭാവികമായും അങ്ങനെ സംശയിക്കേണ്ടി വരും ഉമേഷ്. സ്വാഭാവികമായും അങ്ങനെ സംശയിക്കേണ്ടി വരും. സമീപകാല സംഭവങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കോൺഗ്രസ് നേതൃത്വം എടുത്ത നിലപാടുകൾ നമുക്കറിയാം. ഇപ്പോൾ ഉമേഷ് വരുന്നത് തൊട്ടു മുൻപ് ഞാൻ ധീരജിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്ത സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ സ്വീകരിച്ച നിലപാടറിയാലും നിഖിൽ പൈലി അടക്കമുള്ളവരെ സംരക്ഷിക്കുകയും ആ പ്രതികൾക്ക് അവരുടെ സംഘടനയിൽ വലിയ സ്ഥാനങ്ങൾ നൽകുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. എൻ്റെ കുട്ടികളെന്നാണ് KPCC അധ്യക്ഷൻ അവരെ വിശേഷിപ്പിച്ചത്. ഇപ്പോൾ വയനാട്ടിൽ ഈ IC ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കളെയൊക്കെ സംരക്ഷിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. അതുകൊണ്ട് തന്നെ ഈ കേസിലും അവർക്ക് സംരക്ഷണം കിട്ടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അങ്ങനെ സംശയിച്ചാൽ ആരെയും നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല. അതെ, അത് പോലീസ് അത് കണ്ടെത്തും എന്നുള്ള കാര്യവും ഉറപ്പാണ്. നിലവിൽ അവരെ പിടികൂടി അറസ്റ്റ് രേഖപ്പെടുത്തും എന്നുള്ള കാര്യം മാത്രമാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. ആലുവയിൽ നിന്നാണ് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ആലുവയിൽ എവിടെയായിരുന്നു? ഏതെങ്കിലും നേതാവിൻ്റെ വീട്ടിലാണോ? ആരെങ്കിലും ഒളിപ്പിച്ചതാണോ? അതോ ഇവിടെ നിന്ന് എവിടേക്കെങ്കിലും കടന്നു കളയാൻ ശ്രമിച്ചതാണോ? ഇനി തൃശ്ശൂരിൽ തന്നെ എവിടെയെങ്കിലും ഒളിവിൽ താമസിച്ചോ? തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി പുറത്തു വരേണ്ടതുണ്ട്. അവരെ വിശദമായി പോലീസ് ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യുന്നതിലൂടെ ഇവർക്ക് പിന്നിൽ മറ്റാരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തത വരും എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. നമ്മൾ നേരത്തെ 1 മണിക്കൂർ മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോഴും പറഞ്ഞതാണ്, ഈ കേസിൽ ശക്തമായ നടപടിയിലേക്ക് പോകാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അധികം വൈകാതെ തന്നെ പ്രതികൾ പിടിയിലാകും എന്നുള്ള ആത്മവിശ്വാസവും പോലീസിനുണ്ടായിരുന്നു. അവരെ പിടികൂടാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസവും പോലീസിനുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്നലെ രാത്രി മുഴുവനായി തിരച്ചിൽ നടത്തി എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇന്ന് പുലർച്ചെയും ആ തിരച്ചിൽ നീണ്ടു. അതിനൊടുവിലാണ് ഈ 3 പ്രധാനപ്പെട്ടവരെ പിടികൂടാൻ ഇപ്പോൾ പോലീസിന് കഴിഞ്ഞിരിക്കുന്നത്. ഇവർക്ക് പിന്നാലെ മറ്റുള്ളവരെ കൂടി വലയിലാക്കാൻ കഴിയും എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. മനു, ശരി, ഏതായാലും എത്രയും വേഗം വലയിലാക്കാൻ കഴിയട്ടെ. ഒപ്പം തന്നെ ഇവർ ഒളിച്ചിരുന്ന ഇടം ഏതാണ്, ഒളിയിടം ഒരുക്കിയതാരാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. കാരണം അതിൻ്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി അറിയണമല്ലോ. ആരാണ് ഈ സംരക്ഷണം കൊടുത്തതെന്ന് കൂടി നമുക്ക് അറിയണമല്ലോ. അപ്പോൾ അതൊക്കെ വളരെ വേഗത്തിൽ അറിയാൻ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഡീൻ കുര്യാക്കോസിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഗോകുൽ അടക്കമുള്ളവർ അവരുടെ മാന്യത തെളിയിച്ചതാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇങ്ങനെയുള്ളവരെയാണല്ലോ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം മാന്യന്മാരെന്ന് വിളിക്കുന്നത്. അതാണല്ലോ ഡീൻ കുര്യാക്കോസ് നേരത്തെ നിഖിൽ പൈലിയെ ന്യായീകരിച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ നിന്ന് പറയുകയും ചെയ്തത്. ഏതായാലും ആ മാന്യത തെളിയിച്ചിരിക്കുന്നു ഗോകുൽ എന്നത് ഏറെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇനി പോലീസിന് അവരുടെ കുറച്ച് പരിപാടികൾ ബാക്കിയുണ്ട്. ബാക്കി ഒരു 5 കൂടി പിടിക്കാനുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് 11 പേരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. അവരെയൊക്കെ പൊക്കാനുണ്ട്. അപ്പോൾ ഈ 3 പേരെ കിട്ടിയതോടുകൂടി വളരെ വേഗത്തിൽ അവരിലേക്കൊക്കെ എത്താൻ കഴിയുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആലുവയിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. ഈ ആലുവ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഹബ്ബാണ്. കാരണം നമുക്കറിയാം, ഒന്ന് എറണാകുളത്തോട് ചേർന്ന് കിടക്കുന്നു. എന്നാൽ എറണാകുളം പോലെ തന്നെ അത്ര ഒരു പോലീസ് അറ്റൻഷൻ ചിലപ്പം കിട്ടിക്കൂടണമെന്നില്ല. അതുകൊണ്ടായിരിക്കാം ആലുവ തിരഞ്ഞെടുത്തത്. അവിടെ നിന്ന് എങ്ങോട്ടേക്ക് വേണമെങ്കിലും ട്രെയിനിൽ പോകാം. അതുമാത്രമല്ല, ഇനി മൂന്നാർ ഭാഗത്തേക്കോ കോട്ടയം ഭാഗത്തേക്കോ ഒക്കെ ഏറ്റവും എളുപ്പത്തിൽ ബസ്സിൽ പോകാനും കഴിയും അനായാസം. അപ്പോൾ ആലുവ തിരഞ്ഞെടുത്തതിൽ ഒരു പക്ഷേ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടോ എന്നുകൂടിയൊക്കെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഏതായാലും SFI പ്രവർത്തകരെ വധിക്കാൻ ശ്രമിച്ച കേസിൽ KSU തൃശൂർ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവർ പിടിയിലായിരിക്കുന്നു. ഗോകുൽ ഗുരുവായൂർ അടക്കമുള്ളവർ 3 പേർ പിടിയിലായിരിക്കുന്നു എന്നതാണ് ഈ സമയത്തെ ബ്രേക്കിംഗ് ന്യൂസായി നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. ഇന്നലെയാണ് D-സോൺ കലോത്സവത്തിന്റെ ഭാഗമായിട്ട് ആ കുട്ടികളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത്രമാത്രം ക്രൂരമായ മർദ്ദനമാണ്
SFIയുടെ പ്രവർത്തകർക്ക് നേരിടേണ്ടി വന്നത്. ഏതായാലും ഇന്ന് വലിയ പ്രതിഷേധം അതിനെതിരെ ഉയർന്നു ക്യാമ്പസുകളിൽ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ SFIയുടെ പഠിപ്പ് മുടക്കാണ് ഇന്ന് നടക്കുന്ന സമരമെന്ന് പറയുന്നത്. ആ രീതിയിൽ പ്രതിഷേധം ഉയർന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് പോലീസ് മിനിറ്റ് വച്ച് എല്ലാത്തിനെയും പൊക്കിയിരിക്കുന്നത്. വിവരങ്ങളാണ് ഉമേഷ് നൽകിയത്.